Okay, listen here. Our pets. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് our pets എന്നുള്ള പോർഷൻ ആണ് നമ്മൾ ലാസ്റ്റ് എടുത്തത് അല്ലേ? നമ്മുടെ വളർത്തു മൃഗങ്ങളെ കുറിച്ചുള്ള പുതിയ ചാപ്റ്റർ ആണ്. ബിയോണ ഒന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. our pets. We see many animals. അവിടുന്ന് തൊട്ട് We see many animals around us. Animals. ഓക്കെ മോളെ, ഇവിടെ ശ്രദ്ധിക്കണേ. ആരാണെന്ന് വായിക്കാൻ റെഡി ആയിട്ടുള്ള ആള്? ആർക്കാണ് നന്നായിട്ട് അതൊന്ന് വായിക്കാൻ പറ്റുക? 2 പേരാണ് കൈപൊക്കിയിട്ടുള്ളത് അല്ലേ? ബാക്കിയുള്ളവരൊന്നും വായിക്കാൻ പറ്റുന്നില്ലേ ആർക്കും? ആദ്യ വായിച്ചു നോക്കാറുണ്ടോ? നോ. എന്താണ് വായിക്കാത്തത്? ടെക്സ്റ്റ് ബുക്ക് വായിക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, then അമൃത അതൊന്ന് വായിച്ചേ മോളെ. Our pets. We see many animals around us. Cows, bullocks, horses, ducks, and hens are some farm animals. Some farm animals gives us food. Cows gives milk. Hens lay eggs. Some farm animals help us in our work. The ox plows the land. Donkeys carry loads. Bullocks and horses pull carts. ഓക്കെ മോളെ, then നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ എന്താണെന്നുള്ളത്. We see many animals around us. Cows, bullocks, horses, ducks and hens are some farm animals. It is about farm animals. Who are the farm animals? Which are the farm animals? ഏതൊക്കെയാണ് നമ്മുടെ farm animals? അതായത് നമ്മുടെ കാർഷിക കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മൃഗങ്ങളല്ലേ? അതായത് ഈ ഫാം ആനിമൽസിനെ കൊണ്ട് നമുക്ക് എന്താണ് ഓരോരോ യൂസസ് ഉണ്ട് അല്ലേ? പശുക്കൾ എന്താണ് നമുക്ക് പാല് തരും. ആൻഡ് ബുള്ളോക്സ് ഒക്കെ എന്ത് ചെയ്യും? പ്ലോ ദ ലാൻഡ്. ഇതൊക്കെ എന്താണ് ഈ മൃഗങ്ങളെ കൊണ്ട് നമുക്കുള്ള യൂസസ് ആണ് അല്ലെ? സോ അങ്ങനെയുള്ള മൃഗങ്ങളെയാണ് എന്ത് പറയാ? ഫാം ആനിമൽസ്, കാർഷിക മൃഗങ്ങൾ അല്ലേ? അപ്പോ we see many animals around us. നമ്മൾ ഒരുപാട് മൃഗങ്ങളെ എപ്പോഴും കാണാറുണ്ട് അല്ലേ? ഒരുപാട് ആനിമൽസിനെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. And cows, bullocks, horses, ducks and hens are some farm animals. These are the examples of farm animals. ഇതാണ് farm animals ആണ് ഇതൊക്കെ. ഇത് കൗ പശുക്കൾ അല്ലേ? ബുള്ളോക്ക് കാളകള്, ഹോഴ്സസ് കുതിരകൾ, താറാവുകള്, കോഴികൾ, ഇതൊക്കെ എന്താണ്? സം ഫാം ആനിമൽസ് ആണ്. ഇതിനെയൊക്കെ ഫാം ആനിമൽസ് എന്നാണ് പറയാറ്. Then some farm animals gives us food. ചില ഫാം ആനിമൽസ് നമുക്ക് എന്ത് തരും? ഫുഡ് തരും എന്നാണ് പറയുന്നത്. ഫുഡ് തരും എന്ന് വെച്ചാല് എന്താണ്? ചോറും കറിയും ഒക്കെ തരുമെന്നാണോ? നോ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ
ചില ഫാം ആനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാല് കൗ ഗിവ് മിൽക്ക്. കൗസ് ഗിവ് മിൽക്ക്. പശു എന്താണ്? നമുക്ക് പാല് തരും അല്ലേ? മിൽക്ക് എന്താണ്? നമ്മുടെ ഒരു ഫുഡാണ് അല്ലേ? പശു നമുക്ക് പാല് തരാറുണ്ട്. Then hens lay eggs. Hens lay eggs. Hen lay eggs എന്ന് വെച്ചാൽ എന്താണ്? കോഴികള് മുട്ട ഇടുമല്ലേ? കോഴികൾ നമുക്ക് എന്ത് തരും? മുട്ട തരാറുണ്ട് അല്ലേ? പശുക്കള് പാലാണ് നമുക്ക് നൽകുന്നത്. കോഴികള് lay eggs. കോഴികള് മുട്ടയാണ് തരാറ്. Then some farm animals help us in our work. ചില ഫാം ആനിമൽസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യുന്ന ചില ഫാം ആനിമൽസും ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. The ox plow the land. എന്ത് ചെയ്യുന്നു? കാളകള് നിലമൊക്കെ ഉഴുത് മറിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? Then donkey carry loads. ഡോങ്കി എന്ത് ചെയ്യും? കഴുതകളൊക്കെ എന്ത് ചെയ്യും? അവരുടെ പുറത്ത് സാധനങ്ങളൊക്കെ കയറ്റി എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അവരുടെ പുറത്ത്, കഴുതകളുടെ ഒക്കെ പുറത്താണ് എന്തെങ്കിലും ലോഡ് സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി അവരെ യൂസ് ചെയ്യാറുണ്ട്. Then bullocks and horses pull carts. കാളകളും കുതിരകളും ഒക്കെ എന്ത് ചെയ്യും? വണ്ടി വലിക്കും അല്ലേ? ഒരുപാട് ലോഡുകളുള്ള കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കാളവണ്ടിയും കുതിരവണ്ടിയിലും ഒക്കെ എന്ത് ചെയ്യും? വണ്ടി വലിക്കാൻ വേണ്ടി ബുള്ളോക്കും ഹോഴ്സസും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. Then shelter for farm animals. അപ്പൊ ഏതൊക്കെയാണ് ഫാം ആനിമൽസ്? ഫാം ആനിമൽസ് ചില എണ്ണം നമുക്ക് എന്ത് തരും? ഫുഡ് തരും. ആൻഡ് ചില ഫാം ആനിമൽസ് നമുക്ക് എന്ത് തരും? നമ്മുടെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ എന്താണെന്നുള്ളത്? ഫാം ആനിമൽസ് ഏതൊക്കെയാണ്? കൗ, ബുള്ളോക്ക്, ഹോഴ്സസ്, ഹെൻ, ഡക്ക്. ഇതൊക്കെ ഫാം ആനിമൽസിന്റെ എക്സാമ്പിൾസ് ആണ്. ആൻഡ് ചില ഫാം ആനിമൽസ് നമുക്ക് ഫുഡ് തരും. കൗ gives us milk and hen lay eggs. കോഴികളും താറാവും ഒക്കെ മുട്ടയിടാറുണ്ട്. പശുക്കൾ നമുക്ക് പാല് തരാറുണ്ട്. Then some farm animals help us in our work. നമ്മുടെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഫാം ആനിമൽസും ഉണ്ട് അല്ലെ? അതാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? എന്താണ് ഫാം ആനിമൽസ് എന്നുള്ളത്? നമ്മളെ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ മൃഗങ്ങളുണ്ട്. അവരെയാണ് ഫാം ആനിമൽസ് എന്ന് പറയാം. ക്ലിയർ ആയോ? റിച്ചാർഡ് അതൊക്കെ ഒന്ന് വായിച്ചേ. റിച്ചാർഡ്, നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് ഒക്കെ ഒന്നുകൂടെ വായിച്ചേ. We see many animals around us. Cow, bullock, horse, duck, and hen are some farm animals. Some farm animals give us food. Cows give milk. Hen lay eggs. Some farm animals help us in our work. The ox bullock the land. Donkey carry load. Bullock and horse pull grass. Okay. Then അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അല്ലേ? And then we are going to study about the shelters for farm animals. Some of the farm animals have their shelters. What do you mean by a shelter? Shelter എന്ന് വെച്ചാൽ എന്താണ്? ഷെൽട്ടർ അറിയാമോ? ഷെൽട്ടർ എന്ന് വെച്ചുള്ള വേർഡിന്റെ മീനിങ് എന്താണെന്ന് ആർക്കും അറിയില്ല. എന്താണ് ഷെൽട്ടർ എന്ന്? എന്താണ് നൈല? എന്താണ് ഷെൽട്ടർ? വീട്. ഓക്കെ, വീട് അല്ലെങ്കിൽ താമസ സ്ഥലം അല്ലേ? നമ്മുടെ ഷെൽട്ടർ ഏതാണ്? നമ്മുടെ ഹൗസ് ആണ് അല്ലേ? നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്ഥലം എന്താണ്? നമ്മുടെ ഹൗസ് ആണ് നമ്മുടെ ഷെൽട്ടർ. അതുപോലെ സം ഷെൽട്ടേഴ്സ് ഫോർ ഫാം ആനിമൽസ്. ഈ മൃഗങ്ങൾക്കും എന്ത് വേണം? ഷെൽട്ടർ വേണം അല്ലേ? വീട് വേണം. നമ്മള് പശുവിനെയും കോഴീനെയും ഒക്കെ എന്താണ് വെറുതെ മുറ്റത്ത് ഇങ്ങനെ വിടുകയാണോ ചെയ്യാറ്? അല്ലല്ലോ. അവർക്ക് താമസിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്ലേസ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ? ഒരു വീട് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലേ? There are special shelters for farm animals. ഈ ഫാം ആനിമൽസിനൊക്കെ എന്തുണ്ട്? അവരുടെ വീടുകളുണ്ട്. And then we are going to study about the shelters. What is the name of the shelters of some farm animals? നമ്മള് ഈ ഫാം ആനിമൽസിന്റെ ഒക്കെ വീടുകൾ ഏതൊക്കെയാണ് എന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. There are special shelters for
ഫാം ആനിമൽസ്. ഈ ഫാം ആനിമൽസ് ഏതൊക്കെയാണ്? ഹെൻ, ഡക്ക്, കൗ, ഹോഴ്സ്, ബുള്ളോക്സ്, ഇങ്ങനെയുള്ള ഗോട്ട്, ഇതൊക്കെ ഫാം ആനിമൽസ് ആണ്. അപ്പൊ ഇവർക്ക് താമസിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷെൽട്ടർ വേണം. then അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതാണ് ഈ ഫാം ആനിമൽസിന്റെ ഷെൽട്ടർ എന്നുള്ളത്? There are special shelters for farm animals. നമ്മൾ അവരെ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാറുണ്ടോ? പശുവിനെയും ആടിനെയും എന്താണ് കുതിരയും ഒക്കെ നമ്മുടെ വീടിന്റെ അകത്ത് താമസിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? No, they പറ്റുമോ അമൃത? നമ്മുടെ വീടിന്റെ അകത്ത് നമ്മുടെ വീടിന്റെ അകത്താണോ നമ്മൾ പശുവിനെ ഒക്കെ താമസിപ്പിക്കുക? അല്ലല്ലോ, വേറെയല്ലേ? വേറെ അവർക്ക് നമ്മളൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് അവര്. നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഷെൽട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ഓക്കെ, ലിസൺ. ഈ ആനിമൽസിനൊക്കെ എന്ത് വേണം? ഷെൽട്ടേഴ്സ് വേണം അല്ലേ? അവർക്ക് താമസിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീട് വേണം. പശുവിനൊക്കെ നമ്മൾ ഒരു തൊഴുത്ത് ഉണ്ടാക്കി കൊടുക്കും. പട്ടിക്ക് എന്താണ്? പട്ടിക്കൂട് കൊടുക്കും. കോഴീന് കോഴിക്കൂട് ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ ഇതിന് വേറെ വേറെ വീടുകൾ വേണം അല്ലേ ആനിമൽസിന്? സോ അതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ ഫാം ആനിമൽസിന്റെ ഷെൽട്ടേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ബിയോണ എന്താ ചെയ്യുന്ന മോളെ? അപ്പോ there are special shelters for farm animals. ഈ ഫാം ആനിമൽസിന് വേറെ തന്നെ പ്രത്യേകമായ വീടുകൾ വേണം. Hens are kept in a coop. Hens are kept in a coop. നമ്മുടെ കോഴി ഉണ്ടല്ലോ, കോഴികള് താമസിക്കുന്ന കോഴികളുടെ ഷെൽട്ടറിനെയാണ് നമ്മൾ എന്ത് പറയാ? കൂപ്പ് എന്ന് പറയും. കൂപ്പ്, COOP. Hens are kept in a coop. നമ്മുടെ എന്താണ് കോഴികളുടെ ഒക്കെ വീടിന്റെ താമസിക്കുന്ന സ്ഥലത്തിന്റെ വീടിനെയാണ് കൂപ്പ് എന്ന് പറയാറ്. COOP, കൂപ്പ്. കോഴികൾ താമസിക്കുന്ന വീടിനെയാണ് കൂപ്പ് എന്ന് പറയാറ്. അപ്പൊ ഈ കോഴികളുടെ വീടിനെ നമ്മൾ കൂപ്പ് എന്ന് പേരിട്ട് വിളിക്കുന്നു. Horses are kept in a stable. നമ്മുടെ കുതിരകളൊക്കെ താമസിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടിനെയാണ് stable എന്ന് പറയാ. STABLE, stable. And hens are kept in a coop. Horses are kept in a stable. Cows are kept in a shed. പശുവൊക്കെ താമസിക്കുന്ന വീടിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ഷെഡ് എന്ന് പറയാറ്. Cow, shed, horses, stable, and hens are kept in a coop. These are some names of the animal shelters. Farm animal shelters. ഇതൊക്കെയാണ് ചില ഫാം ആനിമൽസിന്റെ ഷെൽട്ടേഴ്സ്. കോഴിയുടെ കൂപ്പ് എന്ന് പറയുന്നു. ഹോഴ്സസിനെ സ്റ്റേബിൾ എന്ന് പറയും. കൗസ് ആർ കെപ്റ്റ് ഇൻ എ ഷെഡ്. പശുക്കൾ താമസിക്കുന്ന വീടിനെ ഷെഡ് എന്നും പറയും. ഒന്നുമില്ല, എന്താണ് പശുക്കൾ താമസിക്കുന്ന വീടിനെ എന്താണ് പറയാ? ഷെഡ്. അതുപോലെ കുതിരകൾ താമസിക്കുന്ന സ്ഥലത്തിന് അവരുടെ വീടിനെയാണ് സ്റ്റേബിൾ എന്ന് പറയാ. കോഴികളെ താമസിക്കുന്ന അല്ലെ, ഇങ്ങനത്തെ ഒരു വീടൊക്കെയാണ് നമ്മൾ കോഴികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അല്ലെ? നിറയെ കമ്പിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലുള്ള ഈ കോഴികൾ താമസിക്കുന്ന ഈ വീടിനെ നമ്മൾ coop എന്ന് പറയുന്നു. Then horses are kept in a stable and cows is in shed. Clear ആയോ? മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഫാം ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കാർഷിക മൃഗങ്ങൾ, ഫാം ആനിമൽസ്, കാർഷിക മൃഗങ്ങൾ എന്നാണ് മലയാളം മീനിങ്. അതായത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുന്ന മൃഗങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് എന്താണ് ചില വീടുകളിൽ പൂച്ചയെ വളർത്താറുണ്ട്. പക്ഷെ പൂച്ച എന്താണ്? ഒരു ഫാം ആനിമൽ അല്ല. ബിക്കോസ് നമ്മൾ നമ്മുടെ ഇതായിട്ടുള്ള എന്തെങ്കിലും വർക്കുമായി ബന്ധപ്പെട്ട പർപ്പസിനോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പർപ്പസിനോ ഒക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചില മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത്. അങ്ങനെയുള്ള മൃഗങ്ങളെയാണ് എന്ത് പറയുന്നത്? ഫാം ആനിമൽസ് എന്ന് പറയുന്നത്. സോ ഫാം ആനിമൽസ് ആർ കൗ, ബുള്ളോക്ക്, ഹോഴ്സസ്, ഡക്സ് ആൻഡ് ഹെൻസ് ആർ some examples of farm animals. ഇതൊക്കെയാണ് ഫാം ആനിമൽസ് എന്നുള്ളതിന്റെ ചില എക്സാമ്പിൾസ്. പശുക്കൾ നമുക്ക് പാല് തരും അല്ലെ? കൗ ഗീവ് മിൽക്ക്. then hen lay eggs. കോഴികൾ എന്ത് ചെയ്യും? മുട്ട ഇടാറുണ്ട്. അത് നമ്മുടെ ഒരു ഫുഡാണ് അല്ലെ? നമ്മുടെ ഫുഡ് എന്നുള്ള പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഴികളെയൊക്കെ വളർത്തുന്നത്. പശുക്കളെയും അതുപോലെയാണ് അല്ലെ? നമുക്ക് പശുവിൽ നിന്ന് പാല് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പശുവിനെ
വളർത്തുന്നത്. Then some farm animals kept us in our work. ചില ഫാം ആനിമൽസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജോലികളിൽ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും അല്ലെ. ദ ഓഫ് പ്ലോസ് ദ ലാൻഡ്, എന്ത് ചെയ്യുന്നു, കാളകളൊക്കെ നിലം ഉഴുത് കൃഷിക്കൊക്കെ വേണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആനിമൽസിനെയാണ് എന്ത് പറയുന്നത്, ഫാം ആനിമൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? And some of the farm animals have their shelters. ചില ഫാം ആനിമൽസിന് എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഷെൽട്ടർ ഉണ്ട്, താമസിക്കാനുള്ള സ്ഥലം അവർക്ക് ആവശ്യമാണ് അല്ലെ. There are special shelters for farm animals. Hens are kept in a coop, horses are kept in a stable, cows are kept in a shed. Clear? Farm animals clear. ഇതാണ് ഫാം ആനിമൽസ്. എന്തൊക്കെയാണ് ഫാം ആനിമൽസ് എന്നുള്ളത്? നീലാഞ്ജന, ഏതൊക്കെയാണ് ഫാം ആനിമൽസ്? ആ പോർഷൻ ഒന്ന് വായിച്ചേ മോളെ, നമ്മളിപ്പോ എടുത്ത ഫാം ആനിമൽസിന്റെ പോർഷൻ. There are special shelters. അതിനു മുമ്പേ മോളെ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്, നമ്മുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, we see many animals around us. അവിടെ തൊട്ട് We സ്റ്റാർട്ട് see ചെയ്യും. many animals around us. Cows, Ox, goats, horses, horses, ducks, and hens are some fan animals. Some fan animals. Farm animals. Okay. Food. Cow gives milk. Hens lay eggs. Some farm animals help us in our work. Dogs plows the land. Donkeys carry ox. Bullocks and horses pull carts. There are special shelters for farm animals. Hens are kept in a coop. Horses are kept in a stable. Cows are kept in a shed. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് ഫാം ആനിമൽസ് എന്നുള്ളതില് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്താണ് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടോ? Which are the farm animals? What are the specialties of farm animals? Clear ആണോ? And then we are going to study about pet animals. Then pet animals നെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ഫാം ആനിമൽസിനെ കുറിച്ചാണ്. And then നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് pet animals നെ കുറിച്ചാണ്. The animals we keep at home are called our pet animals. നമ്മൾ താമസിക്കുന്ന, നമ്മുടെ വീട്ടില് നമ്മുടെ കൂടെ വളർത്തുന്ന ചില ആനിമൽസ് ഉണ്ട്, അവരെയാണ് എന്ത് പറയുന്നത്? Pet animals. The animals we keep at home are called our pet animals. And Hira is Ringu's pet dog. എന്താണ് നമ്മുടെ വീട്ടിൽ? എന്താണ്, ചില ആളുകൾക്ക് പെറ്റ് ഡോഗ് ഒക്കെ ഉണ്ടാവും അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താണ് അമൃതയൊക്കെ പറഞ്ഞു അല്ലെ, പെറ്റ് ഡോഗ് ഉണ്ട് എന്ന് അല്ലെ മോളെ? പെറ്റ് ഡോഗ് ഉണ്ടല്ലോ, കുറച്ചു നേരത്തെ അമൃതയുടെ പുറകിലെ കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു അല്ലെ? ഉണ്ടായിരുന്നില്ലേ? അതാണോ നമ്മുടെ പെറ്റ് ഡോഗ്? അതെ അല്ലേ? ആ, മിസ് കണ്ടു, ചെറുതായിട്ട് വാല് മാത്രം ഇങ്ങനെ പോകുന്നത് കണ്ടു അമൃതയുടെ ബാക്കിൽ കൂടെ. അപ്പൊ മിക്കവാറും ആളുകളുടെ വീട്ടിൽ എന്തുണ്ടാവും? പെറ്റ് ആനിമൽസ് ഉണ്ടാകും. ചില ആളുകളുടെ അടുത്ത് ഡോഗ് ആയിരിക്കും അല്ലെ? അതുപോലെ
animals we keep at home is called our pet animal. Hira is Rinku's pet dog. Rinku എന്ന് പറയുന്ന കുട്ടിയുടെ pet dog ആണ് ആര്? Hira. And Hira wags his tail when he sees Rinku. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലേ? നമ്മുടെ പെറ്റ് ഡോഗ് എന്ത് ചെയ്യും? നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോ അതിന്റെ വാല് ഇങ്ങനെ ആട്ടി കാണിക്കും അല്ലേ നമ്മളോട്? അതെന്താണ്? നമ്മൾ അതിന് ഫെമിലിയർ ആണ് എന്നുള്ള അതിന്റെ ഒരു സൂചനയാണല്ലേ ഇത്? നമ്മളെ പരിചയമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ അത് നമ്മുടെ പെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണല്ലേ? അത് ചെറുതായിട്ട് നമ്മളെ ഫെമിലിയർ ആണെന്ന് അറിയിക്കാൻ വേണ്ടി അതിന്റെ വാലിങ്ങനെ അനക്കി കാണിക്കാറുണ്ട് അല്ലേ ഡോഗ്സ്? ആൻഡ് he guards their house. Rinku loves Hira. എന്താണ്? നമ്മുടെ ഡോഗ് എപ്പോഴും നമ്മുടെ ഹൗസിനെ പ്രൊട്ടക്ട് ചെയ്യാ അല്ലേ? അൺഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വീട്ടിലേക്ക് വരുമ്പോ ഡോഗ് നന്നായി ബാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻഫോം ചെയ്യും അല്ലേ? അറിയാത്ത ആരോ വരുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള ആളെ കാണുമ്പോ പട്ടികളൊക്കെ കുറച്ച് കാണിക്കാറുണ്ടോ? ഇല്ല. അതിനറിയാത്ത നമുക്കും അതിനും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യാറ്? മിക്കവാറും ഡോഗൊക്കെ ബാർക്ക് ചെയ്ത് കാണിക്കാറ് അല്ലേ? Ali, Lata and Ravi are Rinku's friend. റിങ്കുവിന്റെ ഫ്രണ്ട്സിനും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള പെറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് അവരുടെ പെറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അലി ഹാസ് ഫിഷസ്. അലിക്ക് എന്തുണ്ട്? ഫിഷസ് ഉണ്ട് അല്ലെ? കുറെ മീനുകളുണ്ട്. ഹി ഗിവ്സ് ദം ഫുഡ് ട്വൈസ് എ ഡേ. അവൻ അവർക്ക് എന്ത് ചെയ്യും? മീനുകൾക്ക് എന്ത് ചെയ്യും? 2 നേരവും ഭക്ഷണം കൊടുക്കും അല്ലെ? മീനുകൾ എന്താണ്? നമ്മളെ പോലെ 4 നേരവും 5 നേരവും ഭക്ഷണം കഴിക്കുവോ? ഇല്ല. എന്ത് ചെയ്യും? ഈ അലി ദിവസം 2 നേരം മീനുകൾക്ക് എന്ത് കൊടുക്കും? ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കും അല്ലെ? ക്ലിയർ ആയോ? ഭക്ഷണമൊക്കെ കൊടുക്കും. നമ്മളെ വീടുകളിൽ എന്താണ് വളർത്തുന്ന ഫിഷസ് ഒക്കെ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണമൊക്കെ ഇടക്ക് കൊടുക്കാറുണ്ട് അല്ലെ? Then Lata has a tortoise. She gives it lettuce to eat. എന്ത് ചെയ്യും? ലതയ്ക്ക് എന്താണ് പെറ്റായിട്ടുള്ളത്? ഒരു ടോർട്ടോയ്സ് ആണ് അല്ലെ? ടോർട്ടോയ്സ് എന്താണ്? ടർട്ടിൽ, ആമ അല്ലെ? എന്താണ് മോളെ അമൃത? എന്റെ വീട്ടില് ടർട്ടോയ്സ് ഉണ്ട്, ഗപ്പി, മീനുണ്ട്, ഗപ്പി ഉണ്ട്, പ്രാവുണ്ട്, പീജിയനും ഉണ്ടല്ലേ? ആ അമൃതയുടെ അടുത്ത് പെറ്റ്സ് ആയിട്ട് എന്തൊക്കെയുണ്ട്? ഫിഷ് ഉണ്ട്, ടോർട്ടോയ്സ് ഉണ്ട് ആൻഡ് പീജിയനും ഉണ്ടല്ലേ? എവിടുന്നാണ് ടോർട്ടോയ്സിനൊക്കെ കിട്ടിയത് അമൃത? തോട്ടിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ? ഏട്ടൻ കൊണ്ടുവന്നെയാണോ? ആ നമ്മുടെ അമൃതയുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്നാ പറയുന്നത്? ഫിഷസ് ഉണ്ട് അല്ലെ? ഗപ്പി ഉണ്ട്, ടോർട്ടോയ്സ് ഉണ്ട്, പീജിയണൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ്? അതുപോലെ നമ്മുടെ അമൃതയുടെ വീട്ടിലുള്ള പോലെ എന്തുണ്ട്? ലത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ വീട്ടിലും എന്തുണ്ട്? ടോർട്ടോയ്സ് ഉണ്ട്. അവരതിന് എന്ത് ചെയ്യും? ഷീ ഗിവ്സ് ഇറ്റ് ലെറ്റ്യൂസ് ടു ഈറ്റ്. ചെറിയ ചെറിയ ഇലകളും ചീരയുടെ ഒക്കെ ചെറിയ ഇലകളൊക്കെയാണ് എന്ത് ടോർട്ടോയ്സിന് കഴിക്കാൻ വേണ്ടിയിട്ട് ആര് കൊടുക്കുന്നത്? ലത കൊടുക്കുന്നത്. അമൃത എന്താണ് കൊടുക്കാറ് ടോർട്ടോയ്സിന് കഴിക്കാൻ വേണ്ടി? ചോറും കറിയും ഒക്കെ കൊടുക്കാറുണ്ടോ? ബനാന കൊടുക്കലുണ്ട്. ബനാന കൊടുക്കാറുണ്ടോ? പിന്നെ ദോശയും കൊടുക്കലുണ്ട്. ദോശയും കൊടുക്കും അല്ലേ? ദോശയുടെ കറി കൊടുക്കാറുണ്ടോ? കറിയില്ല. കറിയില്ല അല്ലെ? ദോശ മാത്രമേ തിന്നാറുള്ളൂ? ദോശ മാത്രമാണ് ഇഷ്ടം അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മുടെ അമൃതയുടെ വീട്ടിലുള്ള ടോർട്ടോയ്സ് ദോശയാണ് തിന്നാറ് എപ്പോഴും. നമ്മുടെ ലതയുടെ വീട്ടിലുള്ള ടോർട്ടോയ്സ് എന്താണ്? ചെറിയ ചെറിയ ഇലകളൊക്കെ, ചീരയും അങ്ങനത്തെ ഇലകളൊക്കെയാണ് ആര് തിന്നാറ്? നമ്മുടെ ലതയുടെ വീട്ടിലുള്ള ടോർട്ടോയ്സ് കഴിക്കാറ്. അലിയുടെ വീട്ടില് ഫിഷ് ഉണ്ട്, ലതയുടെ വീട്ടില് ടോർട്ടോയ്സ് ഉണ്ട്. ദെൻ രവി ഹാസ് എ പാരക്കീറ്റ്. പിന്നെ ആരാണ്? റിങ്കുവിന്റെ ഒരു ഫ്രണ്ട് ആണ് ആര്? രവി. രവിയുടെ വീട്ടിൽ എന്തുണ്ട്? പാരക്കീറ്റ് ഉണ്ട്. പാരറ്റ് അല്ലെ? നമ്മുടെ തത്ത. തത്ത എന്ത് ചെയ്യും? രവിയുടെ വീട്ടിലുള്ള തത്തയെ ഹി ഡസ് നോട്ട് കീപ് ഇറ്റ് ഇൻ എ കേജ്. അതിനെ എന്ത് ചെയ്യാറില്ല രവി? കൂട്ടിലൊന്നും ഇട്ട് വെക്കാറില്ല അല്ലെ? തത്തകളും പക്ഷികളും ഒക്കെ നമ്മളെപ്പോഴും കൂടുകളിൽ അടച്ചു വെക്കും അല്ലെ? പക്ഷെ രവി അങ്ങനെ ചെയ്യാറില്ല. തത്തയൊന്നും കൂട്ടിൽ അടച്ചു വെക്കാറില്ല. എന്താ വെച്ചാല് രവിയുടെ പെറ്റ് ആയതുകൊണ്ട് കൂട്ടിൽ അടച്ചു വെച്ചില്ലെങ്കിലും ഈ തത്ത എങ്ങോട്ടും പോവാറില്ല, എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവും.
അപ്പൊ നമ്മൾ പറഞ്ഞത് റിങ്കു എന്ന് പറഞ്ഞ ഒരു ഗേൾ ഉണ്ട്. ആ ഗേളിനുള്ള പെറ്റ് ആനിമൽ ആണ് ആര്? ഹീര എന്ന് പറയുന്ന ഡോഗ്. അപ്പൊ റിങ്കു ഹീരയും ഭയങ്കര സ്നേഹത്തിലാണ് അല്ലെ, അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ റിങ്കുവിന്റെ പെറ്റ് ആനിമൽ ആണ് ഹീര. അപ്പൊ റിങ്കു ഹീരയെ നന്നായിട്ട് നോക്കാറുണ്ട്. അപ്പൊ റിങ്കുവിനെ കാണുമ്പോ ഹീര എന്ത് ചെയ്യും? ഇങ്ങനെ വാല് അനക്കിയിട്ട് ഒന്ന് പരിചയമുണ്ട് എന്നുള്ള ഭാവത്തില് സ്നേഹത്തോടെ വാലുകളൊക്കെ ആട്ടി കളിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഈ റിങ്കുവിന്റെ ഫ്രണ്ട്സ് ആണ് ആര്? അലി, ലത ആൻഡ് രവി. അവരുടെ ഒക്കെ വീട്ടിൽ എന്തുണ്ട്? പെറ്റ്സ് ഉണ്ട്. അലിയുടെ വീട്ടിൽ ഫിഷ് ഉണ്ട്, ലതയുടെ വീട്ടിൽ ടോർട്ടോയ്സ് ഉണ്ട്, രവിയുടെ വീട്ടിൽ എന്തുണ്ട്? പാരക്കീറ്റ് ഉണ്ട് അല്ലെ. ആ പാരക്കീറ്റിനെ എന്ത് ചെയ്യാറില്ല രവി കൂട്ടിലിട്ട് വെക്കാറൊന്നുമില്ല. എന്താണ് മോനെ സാവിയോ? മീനുണ്ട് അല്ലേ. ആ സാവിയോടെ വീട്ടിലും ഫിഷസ് ഉണ്ട് അല്ലേ. കൊറേ ഉണ്ടോ സാവിയോ? ഉണ്ട് അല്ലേ. ആ സാവിയോടെ വീട്ടിലും കുറെ ഫിഷസ് ഉണ്ട്. വേറെ ആരുടെ ഒക്കെ വീട്ടിലുണ്ട് പെറ്റ് ആയിട്ട് ഫിഷസ്? ആ റിച്ചാർഡിന്റെ അടുത്തുണ്ട്, ഷൗബറയുടെ വീട്ടിലുണ്ട്, പിന്നെ ആരാണ്? ഹാദിയുടെ വീട്ടിലുണ്ട്, ദെൻ സെറ മരിയയുടെ വീട്ടിലുണ്ട്, ദേവർഷയുടെ അടുത്തുണ്ട്, കുറെ പേരുടെ അടുത്തുണ്ട് അല്ലേ. വെരി ഗുഡ്. അപ്പൊ എന്താണ്? നിയയുടെ വീട്ടിലുണ്ട്, ബിയോണയുടെ അടുത്തുണ്ട് അല്ലെ. ബിയോണ? ആ ഗുഡ്. നമ്മുടെ അമൃതയുടെ അടുത്തുണ്ട്, പിന്നെ ആദിത്യന്റെ വീട്ടിലുണ്ട്, അയാൻ വിജേഷിന്റെ അടുത്തുണ്ട്, എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലേ. വെരി ഗുഡ്. എല്ലാവരുടെയും വീട്ടിൽ എന്തുണ്ട്? ഇതുപോലെ പെറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ പെറ്റ് ആനിമൽ എന്താണ്? ദ ആനിമൽസ് we keep at home are called pet animals. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആനിമൽസിനൊക്കെയാണ് എന്ത്? പെറ്റ് ആനിമൽസ് എന്ന് പറയാറ്. Then home for pet animals. നമ്മൾ ഫാം ആനിമൽസ് പഠിച്ചു, ഷെൽട്ടേഴ്സ് ഫോർ ഫാം ആനിമൽസ്. ഇപ്പൊ നമ്മൾ പെറ്റ് ആനിമൽസ് പഠിച്ചു. ആൻഡ് ദെൻ ഷെൽട്ടേഴ്സ് ഫോർ പെറ്റ് ആനിമൽസ് ആണ് ഇനി എടുക്കേണ്ടത്. പക്ഷെ എന്താണ്? നമ്മുടെ ടൈം ഇതാ കഴിയാൻ വേണ്ടി പോവാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യാം? ഫാം ആനിമൽസ് ആരാണ് എന്താണെന്നൊക്കെ പഠിച്ചിട്ട് വരിക. അതിന്റെ ഷെൽട്ടേഴ്സിന്റെ പേരൊക്കെ പഠിക്കണം അല്ലേ. അതായത് നമ്മുടെ ഹെന്നൊക്കെ താമസിക്കുന്ന വീടിന് നമ്മൾ എന്താണ് പറയാ എന്നുള്ളതൊക്കെ നോക്കി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. പിന്നെ നമ്മൾ പെറ്റ് ആനിമൽസിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും? ഷെൽട്ടേഴ്സ് ഫോർ പെറ്റ് ആനിമൽസ്, ഹോം ഫോർ പെറ്റ് ആനിമൽസ് ആണ് നമ്മൾ പറയാ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യാ? അത് നന്നായി പഠിച്ചിട്ട് നോക്കി വായിച്ചിട്ടൊക്കെ വേണം വരാൻ വേണ്ടി അല്ലേ. നിങ്ങളുടെ റീഡിങ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനുണ്ട് കുറെ പേരുടെ അല്ലേ. എല്ലാവരെയും മിസ് വായിപ്പിച്ചിട്ട് നോക്കിയിട്ടില്ല. പക്ഷെ എന്താണ്? കുറെ പേര് നന്നായിട്ട് റീഡിങ് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ആയിട്ടില്ല, നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഫ്രീ ആയി കിട്ടുന്ന ടൈമിലൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചു നോക്കുക. 2, 3, 4 തവണ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വായിക്കാൻ വേണ്ടി പഠിക്കൂ അല്ലേ. നന്നായി വായിച്ചു നോക്കിയാൽ മാത്രമേ വായിക്കാൻ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ? നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് കുറെ തവണ വായിക്കുക. എല്ലാ പോർഷനും നമ്മൾ ഇതുവരെ എടുത്ത പോർഷൻ ഒക്കെ നന്നായിട്ട് വായിക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് തരുന്നത് എന്ത് ചെയ്യണം? നമ്മുടെ കഴിഞ്ഞ പോർഷനിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇല്ലായിരുന്നു അല്ലേ. പക്ഷെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ മിസ് തരുമ്പോ നന്നായി പഠിക്കണം. ഇനിയിപ്പോ ഈ പോർഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ തരും. അപ്പൊ എന്ത് ചെയ്യണം? നന്നായി പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ പോർഷൻ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എടുത്ത ആദ്യ പോർഷനിൽ മാത്രമേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. നമ്മൾ കഴിഞ്ഞ പോർഷനിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് പോർഷൻ, ഈ പോർഷനിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ നന്നായി തരുന്നതൊക്കെ പഠിക്കണം. നോട്ട്ബുക്ക് വായിച്ചു നോക്കണം. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. കുറെ തവണ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അങ്ങനെയാണെങ്കിലാണ് വായിക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. നമ്മുടെ ടൈം ഇതാ കഴിഞ്ഞു. See you in the next class. Okay, bye bye.